ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ വന്നേക്കുന്നത് BBOS നടന്ന ഒരു ചീപ്പ് ഷോ എന്ന് തന്നെ പറയാം. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ അവിടെ ഗ്യാസ് കഴിഞ്ഞു. കാരണം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷമാണ് ഉച്ചയ്ക്കത്തേക്കുള്ള ഒരു ഫുഡിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട സമയത്താണ് ഗ്യാസ് കഴിഞ്ഞത്. പക്ഷെ അത് കൊണ്ടുവരാൻ ഒരു സമയം കൊടുക്കുക ബിഗ് ബോസിന്. അതുപോലും ചെയ്യാതെ അപ്പാനി ശരത്തും അനുമോള് കുറേ ടീം ചേർന്ന് നിന്ന് നമ്മളുടെ ബിഗ് ബോസിനെതിരെ സമരം ചെയ്യുന്ന രീതിയിലൊരു പ്രദർശനം. അത് കളിയാക്കലാണ്. പക്ഷെ കളിയാക്കിയാലും അതൊരു അവർ ചിന്തിക്കേണ്ട ഇതാണ്. നമ്മുടെ കേരളത്തിലുള്ള ഒട്ടനവധി ആൾക്കാർ ഈ 24/7 കാണുന്നതാണ്. ഇവരെക്കുറിച്ചുള്ള വിലയിരുത്തൽ എന്തായിരിക്കും? തമാശ ആയാലും അത് മോശപ്പെട്ട രീതിയാണ് കാണിച്ചത്. കാരണം ഒരിക്കലും ബിഗ് ബോസിനകത്ത് ഒരിക്കലും ഒരു മുദ്രാവാക്യങ്ങളോ ഒരു സമരമോ പാടില്ല. അത് മോശപ്പെട്ട രീതി തന്നെയാണെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ എന്തായി കാണിച്ചു കൂട്ടുന്നത്? ഗ്യാസ് തീർന്നാൽ അത് ഇത്ര സമയത്തുള്ള ഗ്യാസ് അവിടെ കൊണ്ടുവരും. അവർ പട്ടിണി കിടന്നില്ല, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാതിരിക്കുന്നില്ല. ഗ്യാസ് എന്തായാലും അവിടെ എത്തിക്കും ബിഗ് ബോസ്. പക്ഷെ അത് പോലും കാണാതെ തമാശയ്ക്കെന്നുള്ള രീതിയിൽ ബിഗ് ബോസിനെതിരെ മുദ്രാവാക്യം വിളിച്ചത് വളരെ മോശപ്പെട്ട രീതിയാണെന്ന് തന്നെ പറയാം. ഇത് ഇവരെന്നിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ തമാശ കാണിച്ച് നമ്മുടെ പൊതുജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള എല്ലാ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം. കാരണം ഇവർക്ക് ഇതുവരെയ്ക്കും ആ ഷോ എന്താണെന്നോ അതിനെക്കുറിച്ച് കാര്യങ്ങളോ ഒന്നും ഇതുവരെയ്ക്കും മനസ്സിലായില്ല. അത്രയും മോശമായ രീതി ഒരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയത്. തമാശയ്ക്ക് കാണിച്ചതിൽ പോലും അത് കാണിക്കാൻ പാടില്ലെന്ന് തന്നെ പറയാം. ബിഗ് ബോസിനുള്ളിൽ ഒരു സമരം നടത്തിയത് വളരെ മോശപ്പെട്ട രീതി തന്നെയെന്ന് പറയാം. ഇതാണ് കേസ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു പഴഞ്ചൊല്ലുണ്ട്, അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാൽ അട്ട കിടക്കില്ല, അത് എഴഞ്ഞു പോയിടത്ത് എഴഞ്ഞു പോകുന്നു. ആ രീതിയാണ് ഇപ്പോൾ അവിടെ ഉള്ളവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ. അപ്പോൾ ഇതാണ് കേസ് എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ഉടനെ വരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.